ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരായ ഫേസ്ബുക്കിലെ വെല്ലുവിളി പോസ്റ്റിൽ അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിരിക്കുന്നു കണ്ണൂർ സൈബർ പോലീസ്. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനിടെ കേസ് നടത്താൻ ഫണ്ട് ആവശ്യപ്പെട്ട് അർജുൻ ആയങ്കി സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, അർജുൻ ആയങ്കി ഒളിവിലിരുന്നു കൊണ്ട് തന്നാൽ പ്രകോപിപ്പിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം പ്രകോപിപ്പിക്കുന്നുണ്ട്. പകരം ഇപ്പുറത്ത് ഓരോ പോസ്റ്റ് ഇടുമ്പോഴും ഓരോ പുതിയ കേസ് അർജുൻ ആയങ്കിക്ക് മേൽ വന്ന് വീഴുകയാണോ? അതെ അരുൺകുമാർ, മറ്റൊരു കേസ് കൂടി ഇതാ ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത്തവണ കണ്ണൂർ സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയോട് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഇനി എന്താണ് വരുന്നതെന്ന് നോക്കൂ എന്നൊരു പ്രതികരണം ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായത്. അതിനൊരു മറുപടി എന്ന നിലയിലാണ് ഫേസ്ബുക്കിൽ അർജുൻ ആയങ്കി ഒരു വെല്ലുവിളി പോസ്റ്റ് ഇട്ടത്. അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തനെതിരെ നടപടിയെടുക്കാൻ താൻ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താൻ ആഭ്യന്തരമന്ത്രിയെ പൊന്നാടി അണിയിക്കും. അതല്ല എങ്കിൽ വിരട്ടൽ തന്നോട് വേണ്ട, താൻ വളർന്ന പാർട്ടി വേറെയാണ് എന്നുള്ളതായിരുന്നു ഫേസ്ബുക്കിൽ അർജുൻ ആയങ്കിയുടെ കുറിപ്പ്. അതായത് കൃത്യമായി തന്നെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു. ഇതിനെതിരെയാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഒരു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ അർജുൻ ആയങ്കിക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അർജുൻ ആയങ്കിയുടെ ഒരു പുതിയ ഒരു പോസ്റ്റ്, ഒരു സ്റ്റാറ്റസ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കേസ് ഫണ്ടിലേക്ക്, അതായത് തനിക്കെതിരെ നിരവധി കേസുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഈ കേസ് നടത്താനുള്ള ഫണ്ടിലേക്ക് തനിക്ക് ഉദാരമായി സംഭാവന ചെയ്യണം എന്ന് കാണിച്ചാണ് ഒരു QR കോഡ് ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സ്വർണ്ണക്കടത്താണ്, കോടീശ്വരനാണെന്നൊക്കെ ശത്രുക്കൾ വെറുതെ പറയുന്നതാണ് എന്നുകൂടി അതിനൊരു അടിക്കുറിപ്പ് എന്ന നിലയിൽ അർജുൻ ആയങ്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അരുൺകുമാർ. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കി ഒളിവിലിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിക്കുന്നു. പോലീസാണെങ്കിൽ കരയിലിരുന്ന് അർജുൻ ആയങ്കിക്ക് മേൽ കേസെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും അർജുൻ ആയങ്കി പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ വല വെട്ടിച്ച് അർജുൻ ആയങ്കിക്ക് തൃശ്ശൂരിൽ നിന്ന് കടക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.